സൂര്യ തേജസ് പോലെ പ്രകാശമേറിയതും അനർഘ നിമിഷങ്ങളാൽ സമ്പന്നമാകേണ്ട നശ്വരവും ക്ഷണികവുമായ ഈ ജീവിതയാത്രയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും കണക്കൂട്ടുകൾക്കും നാം വഴുതി വീഴാറുണ്ട്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളിതാ അവതരിപ്പിക്കുന്നു അഗ്നിശലഭങ്ങൾ. ശങ്കുണ്ണി, ശങ്കുണ്ണി, ഇയാളിത് എവിടെയാ? എടോ ശങ്കുണ്ണി, വൈദ്യരെന്നെ വിളിച്ചോ? താനിത് എവിടെയായിരുന്നു? വൈദ്യരല്ലേ പറഞ്ഞത് കീഴാർന്നല്ലേ പറിക്കാൻ. ഞാൻ അതിന് പോയിരുന്നു. എന്നിട്ട് കീഴാർന്നില്ലേ എവിടെ? ഇതാ കീഴാർന്നില്ലേതാ കമ്മ്യൂണിസ്റ്റ് പച്ച ഏതാന്നറിയാത്തൊരു ശുംഭൻ. അതൊക്കെ പോട്ടെ, ഇന്നലെ ഇവിടെ നിന്നും ഉഴിച്ചിലും പിഴിച്ചിലും കഴിഞ്ഞു പോയ ഗോപിക്ക് എങ്ങനെയുണ്ട്? ഇന്ന് വെളുപ്പാങ്കാലത്ത് അവന്റെ വീട്ടിൽ നിന്ന് കരച്ചിലും പിഴിച്ചിലും കേട്ടിരുന്നു. അപ്പോ അവന്റെ കാര്യത്തിനൊരു തീരുമാനമായി. അപ്പൊ നമ്മുടെ ഉഴിച്ചിലും പിഴിച്ചിലും കൂടി ഏറ്റില്ല അല്ലേ? ഉഴിച്ചിലേറ്റില്ല, പക്ഷെ പിഴിച്ചില് നന്നായിട്ട് ഏറ്റു. ബില്ല് കണ്ട് വെട്ടിയിട്ട വാഴത്തണ്ട് പോലല്ലേ വീണത്. ശങ്കുണ്ണി, വടക്കിൽ നിന്ന് ആരോ നമ്മെ കാണാൻ വരുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയണു. വരുന്നത് വടക്കൂന്നാണെങ്കിലും പോകുന്നത് തെക്കോട്ടായിരിക്കുമല്ലോ. ശരിയാ വൈദ്യരെ, ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. കണ്ടിട്ട് പാമ്പ് കടിയാറ്റതാണെന്ന് തോന്നുന്നു. അതെയോ? താനൊരു കാര്യം ചെയ്യ്, വേഗം വിഷമറക്കാനുള്ള മരുന്നുകൾ തയ്യാറാക്ക. ഇങ്ങടെ കൊണ്ടുവരാ, ഇങ്ങടെ അടുത്താ. ഏതാ ഇനം? കണ്ടത്തിൽ സുബ്രഹ്മണ്യൻ. ഹായ്, അണലി മൂർഖൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതേതാ പുതിയൊരിനം? അയ്യോ വൈദ്യരെ, പാമ്പിന്റെ പേരല്ല, ഇയാളുടെ പേരാ, കണ്ടത്തിൽ സുബ്രഹ്മണ്യൻ. അതെയോ? കടിച്ചതാരാ നിന്നെ, അണലിയോ മൂർഖനോ? അണലിയുമല്ല മൂർഖനുമല്ല, കശുമാങ്ങയിലിട്ട് വാറ്റിയ ചാരായം. പാമ്പിനേക്കാൾ വിഷമുള്ള ഇനമാണ് ലഹരി. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലാച്ച വ്യക്തിയും കുടുംബവും സമൂഹമൊക്കെ തകരും. എന്നാണോ ഇതിനൊരു അവസാനം ഉണ്ടാവുക? ഇത് പഴയ കാലം. കാലം മാറി, ആശുപത്രിയും ചികിത്സാ രീതികളുമൊക്കെ ഏറെ പുരോഗമിച്ചു. പക്ഷേ മാറാത്തതായി ഒന്നുണ്ട്: ലഹരി. പുതിയ തലമുറയുടെ പ്രശ്നങ്ങൾ പറയുന്ന പുതിയൊരു ആശുപത്രിയിലേക്ക് ഇനി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. സാർ, പുറത്തൊരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത അവരെ വിടട്ടോ. എമർജൻസി കേസായിരിക്കും, വേഗം വിടും. എന്താണ് പ്രശ്നം? സാർ, എനിക്ക് മേഡം, നിങ്ങൾ ആദ്യം കരച്ചിൽ നിർത്തൂ. നിങ്ങൾ പ്രശ്നം എന്താന്ന് പറയൂ. എനിക്ക് ക്യാൻസർ ആണ് സാർ. ഓക്കെ, സമാധാനപ്പെടും. എപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത്? അരമണിക്കൂർ മുമ്പാണ് സാർ. ഏത് ഡോക്ടറാണ് രോഗം സ്ഥിരീകരിച്ചത്? ഡോക്ടർമാരൊന്നുമല്ല സാർ, ഞാൻ തന്നെ സ്ഥിരീകരിച്ചതാണ്. ഇന്നലെ രാത്രി മുതൽ എൻ്റെ തൊണ്ടയുടെ ഈ വശത്ത് ഭയങ്കര വേദനയാണ് സാർ. ഇന്ന് രാവിലെ നോക്കുമ്പോൾ അവിടെ ചുമന്നിരിക്കുന്നു. എന്താണെന്നറിയാനായിട്ട് അണ്ണാക്കി കൈയിട്ട് കുത്തിയപ്പോ ചോര വന്നു സാർ. അപ്പൊ തന്നെ ഞാൻ ഫോൺ എടുത്ത് ഗൂഗിളിൽ നോക്കി സാർ. ഗൂഗിളിൽ നോക്കിയപ്പോ ഇതെല്ലാം ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണെന്ന് പറഞ്ഞു ഡോക്ടർ. അത് ശരി, അപ്പൊ ഗൂഗിൾ ഡോക്ടർ പറഞ്ഞതാണ്. ആ വായൊന്നും തുറന്നേ. ഐ സി. പറയൂ ഡോക്ടർ, ഞാനിനി എത്ര കാലം ജീവിക്കും ഡോക്ടർ? ഇന്നലെ രാത്രി ചോറിന്റെ കൂടെ ചാള വറുത്തതായിരുന്നല്ലേ? അതെങ്ങനെ മനസ്സിലായി? ചാളയുടെ മുള്ളു തൊണ്ടേ കൊണ്ടിരിക്കുകയാണ്, അതിനാണ്. സിസ്റ്ററെ, ഇവർ എൻഡോസ്കോപ്പി റൂമിലേക്ക് കൊണ്ടുപോകും. മുള്ളെടുക്ക. ഇനി മേല ഗൂഗിളും നോക്കി കരഞ്ഞോണ്ട് നാട്ടുകാരെ പേടിപ്പിക്കരുത്. ഗൂഗിള് പറഞ്ഞത് ഇങ്ങനെ അല്ലല്ലോ. ഇനി ഇയാള് വ്യാജ ഡോക്ടർ വല്ലതും ആയിരിക്കോ? എന്താ? ഒന്നുമില്ല.
കിടിലമായി ഡ്രസ് ഇട്ട് കിടിലം പെൺകുട്ടി നിൽക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് അവളുടെ അടുത്ത് ഡ്രസ്സിന്റെ റേറ്റ് എത്രയും ചോദിച്ചിട്ടാ. വാ ഗൈസ്, മാറി നിൽക്കണം അങ്ങോട്ട്. ഈ ഡ്രസ് നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് പറയാമോ? അത് ഈ കോട്ട് വന്നിട്ട് 450 റുപ്പീസ്. പിന്നെ ഈ സിസ്റ്ററെ, ഇയാളെയൊക്കെ ആരാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? സുരേഷ്, സുരേഷ്, ഇവിടെ വന്നിരി. സോറി ഡോക്ടർ, ഇതെന്റെ അനുജനാണ്. 24 മണിക്കൂർ യൂട്യൂബ് കണ്ടിപ്പോ ചെറുതായി സുഖമില്ലായ്മയുണ്ട്. ഗൈസ്, ഒരു വെറൈറ്റി ഹോസ്പിറ്റൽ ടൂറാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇവിടെ ഡോക്ടറും ഉണ്ട്. ഇതാണ് സാർ പ്രശ്നം. കഴിഞ്ഞ ആഴ്ച അയലത്തെ വീട്ടിലെ രതീഷിന്റെ ആടിനെ അഴിച്ചുകൊണ്ട് വന്ന് കമ്പിയിൽ കുത്തി ഗ്രിൽ ചെയ്തു. ചോദിക്കാൻ വന്ന രതീഷിനോട് ഇവൻ പറയുക, വ്യത്യസ്തമായൊരു ടേസ്റ്റ് ഉള്ള രതീഷ് എന്ന്. ഇതൊക്കെ സഹിക്കാം സാറേ. ചില സമയങ്ങളിൽ ഇട്ടിരിക്കുന്ന തുണിയൊക്കെ അഴിച്ച് ഊരിക്കളഞ്ഞ് വീട്ടിലെ ടിവിയും കമ്പ്യൂട്ടറും ഒക്കെ തല്ലി പൊട്ടിച്ച് പിന്നെ മുഴുത്ത തെറിയ. ഓ മൈ ഗോഡ്, കുപ്പി. പുറം ലോകവുമായി ബന്ധമില്ലാതെ വിർച്വൽ ലോകത്ത് മാത്രം തളയ്ക്കപ്പെടുന്നതിന്റെ പ്രശ്നങ്ങളാണ്. കുപ്പി പോലീസ് അറസ്റ്റ് ചെയ്തോ? എമർജൻസി സിറ്റുവേഷൻ ഗൈസ്, ഇന്ന് കേരള കത്ത് ഗൈസ്. ഷോ, പാവം പയ്യൻ. സർ, ഒരു കൊറിയക്കാരി വന്നിട്ടുണ്ട്. കയറ്റി വിടട്ടെ? കൊറിയനോ? കിം സു ഷീല. എന്തൊരു പേര്. അയ്യോ, സാറിന് മനസ്സിലായില്ലേ? കൊറിയൻ ഭാഷയിൽ നമസ്കാരം പറഞ്ഞതാണ്. സിസ്റ്റർ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? അയ്യോ ഡോക്ടറെ, കൊറിയല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. സിനിമയ്ക്ക് കൊറിയൻ ഡ്രാമ, പാട്ടിന് K-pop, നമ്മുടെ BTS. Undercover, don't pop like trouble, breaking into your heart like that. Cool shade stunner, yeah, owe it all to my mother. Hot like summer, yeah, I'm making you sweat like that. Break it down. Ooh, when I look in the mirror. ഇത് തന്നെയാണ് സാറേ പ്രശ്നം. ഷോ മിണ്ടാരി, ഇതൊന്നും പറയാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാണ് പറയണത്? മലയാളിയാണോ? എന്റെ പൊന്നു സാറേ, ഇവളുടെ പേര് KM സുശീല എന്നാണ്. കൊറിയൻ സ്റ്റൈൽ ആക്കാൻ വേണ്ടി കിം സു സീല എന്നാക്കി. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കൊറിയൻ രൂപത്തിലാവണമെന്ന് പറഞ്ഞ് നിർബന്ധമാണ്. അപ്പോ ട്രെൻഡാണ് പ്രശ്നം. മെഡിക്കൽ സയൻസിൽ ഇതിന്റെ പേര് അക്യൂട്ട് ട്രെൻഡിങ് റീൽസഹോളിസം എന്നാണ്. ദൗർഭാഗ്യവശാൽ ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അടുത്ത ട്രെൻഡ് വരുമ്പോ അതിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. ശരി ഡോക്ടർ. സിസ്റ്ററെ, അടുത്ത രോഗിയെ വിളിക്കൂ. സരസ്വതി. ഡോക്ടർ, ഞാൻ എനിക്ക് വേണ്ടി വന്നതല്ല, എന്റെ മോന് വേണ്ടിയാണ്. അവൻ പുറത്ത് നിപ്പുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാ, നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പോ അമ്മ കരയണ്ട, കാര്യം പറഞ്ഞോളൂ. മയക്കുമരുന്ന് എന്റെ മകനെ രോഗിയാക്കി മാറ്റി ഡോക്ടർ. അമ്മേ, വിഷമിക്കായിരിക്കും. ഇതൊരു വലിയ വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എത്രയും വേഗം മകനെ നമുക്കൊരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് പോണം. ഡോക്ടർ, അതെന്റെ മകനാണ്. അവൻ ചിലപ്പോ. പ്ലീസ്, ഒരു തവണ കൂടി ഡോക്ടറോടൊന്ന് പറ പ്ലീസ്. എനിക്കതില്ല, പറ്റില്ല. പ്ലീസ്. അയ്യോ മോനെ, വേണ്ട മോനെ. പ്ലീസ്, എനിക്കതില്ലാതെ പറ്റില്ല. ഞാൻ ഉപയോഗിക്കില്ല ഡോക്ടർ. പ്ലീസ്. സുരേഷ്, ഇയാളെ പുറത്തേക്ക് കൊണ്ടു. പുറത്തേക്ക് ഇരുത്തു, ഇയാളെ പുറത്തേക്ക് ഇരുത്തു. നോ ഡോക്ടർ, പ്ലീസ് ഡോക്ടർ. നോ ഡോക്ടർ, പ്ലീസ്. നോ. വിടറാ. കൊല്ലോടാ. എനിക്ക് ആരും വിടാ. എനിക്കൊന്നും നോക്കണ്ടാ. കൊല്ലോടാലേ അതിനെ. കൊല്ലില്ലേ? അവനെ പിടിക്കൂ. സുരേഷ്, നീ അറിഞ്ഞടാ. വാടാ.
വെറും കാണികൾ മാത്രമായി ശേഷിക്കാതെ നല്ലൊരു തലമുറയ്ക്കായി, നല്ലൊരു നാളേക്കായി നമുക്ക് പോരാടാം. നമ്മെ കളിയാക്കിയവരുടെ മുമ്പിൽ നമുക്ക് ഉറച്ച് ജീവിച്ച് കാണിക്കാം. ഏവർക്കും നല്ലൊരു സന്ധ്യ ആശംസിക്കുന്നു.